ഹലോ ഗായ്സ്, അപ്പം മോർണിംഗ് വാക്ക് പാർട്ട് 2. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ വഴിക്കായിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു വഴിയായി ചൂസ് ചെയ്തത്. എല്ലാ ദിവസവും ഒരേ വഴിക്ക് പോയാൽ ബോറടിക്കില്ലേ? നമുക്കൊരു എൻ്റർടൈനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വേറൊരു വഴി ചൂസ് ചെയ്ത് പോയി. ഈ വഴിയാണെങ്കിൽ കഴിഞ്ഞ വഴി പോലെ തന്നെ ഇറക്കം തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് വഴുക്ക് കൂടുതലായിരുന്നു. ഒരു സ്ഥലത്ത് വീഴാൻ പോയപ്പോൾ ഭാഗ്യം എന്നെ പിടിച്ചു. കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചുകൂടെ മുമ്പോട്ട് ഇനിയും പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ എണ്ണയും പിണ്ണാക്കും വേറെ വഴിക്ക് പോകുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വഴി നൈസായിട്ട് സ്കിപ്പ് ചെയ്തു. സോ ഇൻജൂറിയസ് ടു ഹെൽത്ത്. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന സമയത്ത് നമ്മൾ എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യ വിളിച്ച് അതിങ്ങനെ നോക്കി എന്താല്ലേ ചെറിയ പിന്നെ പോകുന്ന വഴിക്ക് വളവിൽ വെച്ചിട്ട് ഇത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വളവിൽ വെക്കുന്നതാണെങ്കിൽ ഒരു ഇതിലൊരു ട്രെൻഡിങ് ആയിരുന്നു. ഇതിൽ പിന്നെ സെൽഫ് എടുക്കാൻ പറ്റാത്തത് നമ്മൾ അവിടുന്ന് പോയി. പിന്നെ പൂമ്പാറ്റ കണ്ടപ്പോൾ ഭാഗ്യം എൻ്റെ വിയലോടി. അങ്ങനെ പിന്നെ അടുത്ത വഴി ചൂസ് ചെയ്തു. അതിലേ നടന്നു പോകുന്ന വഴിക്കാണെങ്കിൽ വീതിയുള്ള റോഡൊക്കെ തന്നെയാണ്, പക്ഷേ അതും വഴുക്കുള്ള റോഡാണ്. പിന്നെ എല്ലാ വഴിയും ഇൻ്റർലോക്ക് ഒതിപ്പിച്ചാവില്ലല്ലോ, ഏത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് സപ്പോട്ട മരം കണ്ടു. ആ വീടിൻ്റെ മുറ്റത്തുള്ളതിന് പിന്നെ പൊട്ടിക്കാനൊന്നുമില്ല. പിന്നെ ഒരു നായ നമ്മളെ മണത്ത് ഇല്ലാതെ വന്നു. എന്താ ഇറച്ചി കഷ്ണം കിട്ടിയാലോ വെച്ചിട്ട്. പിന്നെ അതേ പോണ ഒരു പൂച്ച മതിലിൻ്റെ മേലേക്ക് ലോങ് ജമ്പിന്. അതും കഴിഞ്ഞ് നേരെ എത്തിയത് ഹൈവേൻ്റെ ഈ സൈഡിലേക്കായിരുന്നു. ഈ സൈഡ് നമ്മൾ ബൈക്കിനും കാറിനൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടെ നടന്ന സമയത്ത് ഭാഗ്യമാണെങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ എനിക്ക് മുട്ട പപ്സും ലൈമും വേണമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തി ചോദിച്ചു. പിന്നെ കടയൊന്നും തുറക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് ബർഗറിലൊന്നും തുറന്നില്ല, അല്ലെങ്കിൽ ബർഗർ കഴിക്കേണ്ടിയിരുന്നതിന്, അതായത് ബേൺ ചെയ്ത കലോറിൻ്റെ 10 ഇരട്ടി കയറ്റിയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം മുമ്പോട്ട് വന്ന സമയത്ത് നമ്മളെ വേറൊരു വഴി കൂടെ തിരിച്ച് കയറുന്ന വഴി കൂടെ എത്തിയപ്പോൾ വലിയൊരു കയറ്റത്തിൻ്റെ സൈഡിലെത്തിയപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആയ വണ്ടീനെ കിച്ചുണ്ടായി. അങ്ങനെ പിന്നെ കുറച്ച് പകുതി വഴിയത്തെ ഭാഗ്യം ബ്രേക്ക് ഡൗൺ ആയി. താഴെ മേലെയും കയറ്റം. പിന്നെ മേലേക്ക് കഷ്ടപ്പെട്ട് കയറുന്ന വഴിക്ക് കുറച്ച് വൈറ്റമിൻ ഡി സണ്ണിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ പിന്നെ നമ്മളെ മുതലാക്കണമല്ലോ. പിന്നെ ഒരു വളവിലും കൂടെ മിറർ സെൽഫി എടുത്ത ശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലെത്തിയപ്പോഴാണ് ഭയങ്കര സന്തോഷം. ഇനി നടക്കണ്ടല്ലോ ആലോചിച്ചിട്ട്. അമ്മേ മഹാമായേ എന്ന് പറഞ്ഞ ഒറ്റ ഇരുത്തായിരുന്നു മുമ്പിൽ. പിന്നെ അതാ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീരസാഹസിക കഥകളൊക്കെ പറച്ചിലായി. പിന്നെ തള്ളും കേട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മളെ വീക്കെൻഡ് വാക്കിംഗ് അവസാനിച്ചു. അപ്പോൾ ബൈ.